അസം മുൻ PCC അധ്യക്ഷൻ ഭൂപൻ ബോറ BJP അംഗത്വം സ്വീകരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. YS അഭിനന്ദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിനന്ദ്, അസമിൽ തിരിച്ചടി തുടരുകയാണ്. അസമിന്റെ മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. അത് തുടരുകയാണ്. മാധു, അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഭൂപൻ ബോറ ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുകയാണ്. താമരയോടൊപ്പം ചേർന്നിരിക്കുന്നു, കൈ വിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അസം BJP അധ്യക്ഷനിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. നേരത്തെ അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഭൂപൻ ബോറ മല്ലികാർജുൻ ഖർഗെക്ക് രാജിക്കത്ത് കൈമാറിയത്. പിന്നാലെ തന്നെ ചില അനുനയ ചർച്ചകൾ ഗൗരവ് ഗൊഗോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും രാജിക്കത്ത് പിൻവലിക്കുന്നതായിട്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ചില ചർച്ചകൾ നടന്നിരുന്നു. മുഖ്യമന്ത്രിയുള്ള ഹിമന്ത ബിശ്വ ശർമ്മയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം ഭൂപൻ ബോറയുമായി സംസാരിച്ച് ഉടൻ തന്നെ BJPയിലേക്ക് എത്തണം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊക്കെ ഒപ്പം പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് എത്തിക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. ആ വാഗ്ദാനത്തിൽ ഇപ്പോൾ വീണിരിക്കുകയാണ് ഭൂപൻ ബോറ. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. ഒപ്പം തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായ സഞ്ജു ബോറയും കൊണ്ടാണ് ഭൂപൻ ബോറ പോയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയും ഗൗരവ് ഗൊഗോയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ അനുനയ ചർച്ചകൾ ഉണ്ടായിരുന്നു. എത്രയും ഇങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് പോകരുത്, അസമിന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന തീരുമാനമാണെന്നൊക്കെ വ്യക്തമാക്കുകയും ചെയ്തു. അതിലൊന്നും തന്നെ വീണിട്ടില്ല. എന്തായാലും ഭൂപൻ ബോറ BJPയിലേക്ക് പോയിരിക്കുകയാണ്. ഒടുവിൽ ആ തീരുമാനം വന്നിരിക്കുന്നു. കൂടുതൽ പേർ തനിക്കൊപ്പം BJPയിലേക്ക് എത്തുമെന്നാണ് നിലവിൽ ഭൂപൻ ബോറ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മാധു, അഭ്യൂഹങ്ങൾ ശരിയായിരിക്കുന്നു. ഭൂപൻ ബോറ BJPയിലേക്ക് പോയിരിക്കുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു.